ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഈസി സ്നാക്കാണ് കേട്ടോ. മധുരമുള്ള സ്നാക്കാണ്. ഒരുപാട് ഓവറായിട്ട് മധുരമുള്ള സ്നാക്കല്ല, ഒരു മീഡിയം മധുരമുള്ള സ്നാക്ക്. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അതുപോലെ തന്നെ അധികം നമ്മൾ വറുത്ത് പൊരിച്ചൊന്നും കോരിയെടുക്കാത്തത് കൊണ്ട് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ ഹെൽത്തി ആണെന്നും പറയാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുട്ടയും പഴമൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾ ഹെൽത്തിന് നല്ലതായിട്ട് കാണുകയാണെങ്കിൽ നല്ലതായിട്ട് തന്നെ നോക്കാം. നമുക്ക് ഇല്ലെങ്കിൽ നെയ്യുടെ അളവൊക്കെ കുറച്ചിട്ട് ചെയ്യാം. പക്ഷെ നെയ്യ് ചേർത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഈസി ആയിട്ടുള്ള കായ്പോളയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ പഴം എടുത്തിട്ടുണ്ട്, 2 ഏത്തപ്പഴം. ഈ ഒരു പാകത്തിലുള്ള ഏത്തപ്പഴം കേട്ടോ, നമ്മുടെ പഴംപൊരിക്ക് എടുക്കുന്ന പാകത്തിലുള്ള ഏത്തപ്പഴം. അതിലേക്കായിട്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്, റൈസിൻസ് എടുത്തിട്ടുണ്ട്, കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയും നെയ്യും ഏലക്കപ്പൊടിയാണ്. അപ്പോൾ പഞ്ചസാര നിങ്ങളുടെ മധുരം അനുസരിച്ച് ചേർക്കാം കേട്ടോ. പഴത്തിൻ്റെ മധുരം അനുസരിച്ചും നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം. ചെറിയ മധുരം മതി എന്നുണ്ടെങ്കിൽ 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി. അത് പഴത്തിന് മധുരം കൂടുതലാണെങ്കിൽ 2 ടീസ്പൂൺ ചേർത്താലും മതി കേട്ടോ. നമ്മുടെ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള മധുരം മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് ഈ പഴം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓവറായിട്ട് പഴുത്തു പോയ പഴം ഇതിലെടുത്തു പോരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവറായിട്ട് പഴുത്ത പഴം എടുത്തിട്ടുണ്ടെങ്കിൽ പഴമൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ ഉടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കായ്പോള കഴിക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം പഴുപ്പുള്ള, അതാണ് ഞാൻ പഴംപൊരിയുടെ ഭാഗത്തിൽ പഴുത്ത പഴം എന്ന് പറഞ്ഞത്. പച്ചയായ പഴം എടുക്കരുത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ പഴം ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് വേഗം കുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുട്ട ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇതെല്ലാം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഈ കായ്പോള. അപ്പോൾ ഇത് തന്നെ 2 രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. വലിയ കായ്പോളയായിട്ട് ഉണ്ടാക്കാം, നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഈസി ആയിട്ടുള്ള കായ്പോളയായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിലുള്ള സ്നാക്കുകളാണല്ലോ ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ ഈസി ആയിട്ടുള്ള റെസിപ്പി കാണിക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് കുറച്ചുകൂടി ചേർത്തത് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഏലക്കയും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏലക്കപ്പൊടി നിർബന്ധമാണ് കേട്ടോ ഈ ഒരു റെസിപ്പിയിൽ. ഏലക്കപ്പൊടിയുടെ ഫ്ലേവർ വരുമ്പോഴേ നമ്മുടെ കായ്പോള പെർഫെക്റ്റ് ആവുള്ളൂ. അതുകൊണ്ടാണ് ഏലക്കപ്പൊടി വേണമെന്ന് പറയുന്നത്. വേറെ പൊടികളൊന്നും ഇതിന് പെർഫെക്റ്റ് ആവില്ല. ഇനി ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നത് വരെ നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര വേഗം തന്നെ മെൽറ്റായി വന്നോളും. മുട്ടയും ചേർത്ത് ബീറ്റ് ചെയ്യുമ്പോൾ പഞ്ചസാര വേഗം അലിയുമല്ലോ. ഇനി നമുക്കിതും മാറ്റി വയ്ക്കാം. നമുക്കിനൊരു പാൻ ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ കായ്പോള റെഡിയാക്കാനായിട്ടൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് നെയ്യ് ചേർക്കാം. കുറച്ചധികം നെയ്യ് ചേർക്കണം കേട്ടോ. ഇതിൽ കുറച്ച് നെയ്യ് ചേർത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് പഴം വഴറ്റാനും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും എല്ലാം ആവശ്യമായിട്ടുള്ള നെയ്യ് ഒരുമിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി നെയ്യൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. ഇനി പഴം ഒന്ന് കളറ് മാറി ഒന്ന് മൊരിഞ്ഞ് തുടങ്ങുന്നത് വരെ, വല്ലാതെ മൊരിഞ്ഞു പോകരുത്, ലൈറ്റായിട്ടൊന്ന് മൊരിഞ്ഞ് തുടങ്ങുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. പഴുത്ത പഴമാകുമ്പോൾ വേഗം തന്നെ കുക്കായി വന്നോളും. അധികം സമയം എടുക്കില്ല കുക്കായി വരാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നെയ്യ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചേർത്ത് കഴിയുമ്പോൾ നെയ്യുടെ അളവ് കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഒരുപാട് ഓവറായി പോവില്ല നെയ്യ്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മുടെ പഴമൊക്കെ ഒന്ന് മൊരിഞ്ഞു തുടങ്ങട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ പഴമൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി ചെറുതായിട്ട് മൊരിഞ്ഞു തുടങ്ങുന്നുണ്ട്. ഒരുപാട് കളർ മാറുന്നില്ല കേട്ടോ. മാറുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇനി ഇതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇതിന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട്. ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് തന്നെ ആഡ് ചെയ്യരുത്. ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. പഴം കുക്കായതുകൊണ്ടാണ് ഇങ്ങനെ തമ്മിൽ ഒട്ടി വരുന്നത്. ഇപ്പോൾ നമ്മൾ ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഈ ചെറിയ ബർണറിൽ തന്നെ ഫ്ലെയിം കുറച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പഴം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും പഞ്ചസാരയും ചേർന്ന മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഫ്ലെയിം കുറച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ.
ഇനി നമ്മൾ ഈ മുട്ട മിക്സ് ഇങ്ങനെ ഒഴിച്ച് സൈഡിലൊക്കെ കവർ ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. പഴത്തിൻ്റെ മുകൾ ഭാഗവും കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് വേണം കേട്ടോ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് പതുക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂനട്ടൊക്കെ വെച്ച് കൊടുക്കാം. ഇതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, ഇഷ്ടമില്ലെങ്കിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ താല്പര്യം അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ലോ ഫ്ലെയിം ആയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ മുട്ട വേഗം കുക്കായിപ്പോവും, കറക്റ്റായിട്ട് ഇൻസൈഡ് കുക്കായി വരില്ല. ഇതിലേക്ക് നമുക്ക് റൈസിൻസും വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ബ്ലാക്ക് റൈസിൻസ് ആണെങ്കിൽ കൂടുതൽ ഭംഗി ഉണ്ടാവും കേട്ടോ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ. ഈ ലൈറ്റ് ഷെയ്ഡ് ആയാലും കുഴപ്പമില്ല, ബ്ലാക്ക് ആണെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതിനൊന്നും പ്രത്യേകിച്ച് അളവ് പറയാനൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര എണ്ണം വേണമെങ്കിലും വെച്ച് കൊടുക്കാം. കൂടുതൽ വയ്ക്കണമെങ്കിൽ കൂടുതൽ വയ്ക്കാം, കുറച്ച് വയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വയ്ക്കാം. ഇത് രണ്ടും ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയെടുക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റിൽ കൂടേണ്ട, അപ്പോഴത്തേക്ക് നമ്മുടെ മുട്ടയൊക്കെ കുക്കായിട്ടുണ്ടാവും. പഴം ഓൾറെഡി കുക്കായതാണല്ലോ, അതുകൊണ്ട് തന്നെ 5 മിനിറ്റ് ടൈം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ കായ്പോള അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നെയ്യൊക്കെ ആവശ്യത്തിന് ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ സൈഡൊക്കെ കറക്റ്റായിട്ട് വിട്ട് വന്നോളും. നമ്മളിനി കുത്തി ഇളക്കിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പതുക്കെ പാനൊന്ന് ചരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. ഇത് കണ്ടോ, നന്നായിട്ട് വിട്ട് നിൽക്കുന്നുണ്ട്, അടിഭാഗം ഒന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കായ്പോള ഇതാ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇത് കട്ട് ചെയ്യുക, കഴിക്കുക എന്നുള്ള പരിപാടിയേ ഉള്ളൂ. ചൂടോടെ കഴിക്കുന്നതിനേക്കാൾ ചൂടൊന്ന് കുറഞ്ഞു വന്നിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഈസി കായ്പോള ഇന്ന് തന്നെ വൈകുന്നേരം ഉണ്ടാക്കി നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. മധുരവും ആ ഏലക്കയുടെ ഫ്ലേവറും മുട്ടയും പഴവും എല്ലാം ചേർന്ന് വരുമ്പോൾ പഴം കഴിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾ പോലും കഴിച്ചു പോകുന്നൊരു സ്നാക്കാണത്. ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലോ, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. ശരിയായ കായ്പോള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ്, പക്ഷേ നമുക്ക് കുറച്ച് ലെയറായിട്ട് വരുമ്പോഴാണ് ആ കായ്പോളയുടെ ഇത് വരുന്നത്. നമ്മളിപ്പോൾ ഈസി ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും തിന്നായിട്ട് ചെയ്തത്. സാധാരണ കായ്പോളയ്ക്ക് നല്ല തിക്നെസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് മാത്രമേ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. അതാകുമ്പോൾ നമ്മളൊരു 4-5 പഴമൊക്കെ എടുത്തിട്ട് മുട്ടയും കൂടുതൽ ചേർത്തിട്ടാണ് കായ്പോള ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ 2 പഴം കൊണ്ടുള്ള കായ്പോളയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് താഴേക്ക് വയ്ക്കട്ടെ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഈസി കായ്പോള റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ വീഡിയോയുടെ താഴെ എഴുതാൻ മറന്നു പോരുത് കേട്ടോ. ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതും, അതുപോലെ തന്നെ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, ഈസി ആയിട്ട് തോന്നിയോ ഉണ്ടാക്കാനായിട്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇത് നമ്മളിങ്ങനെ ചെറിയ ട്രയാങ്കിൾ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചൂട് മാറി കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുക കേട്ടോ. ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ചൂടോടെ കഴിക്കുന്നതിനേക്കാൾ ഈ ഒരു സ്നാക്ക് ചൂടൊന്ന് കുറഞ്ഞിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.